إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. إنما كان قول المؤمنين മുഅ്മിനീങ്ങളായ ആളുകൾ പറയേണ്ടത് എന്താണ്? ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹും അവൻ്റെ റസൂലും ഇങ്ങനെയാണ് പറഞ്ഞത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹബീബായ നബി തങ്ങളുടെ വിധി ഇന്നതാണ്. ലിയഹ്കുമ ബൈനഹും, അവരുടെ ഒരു വിഷയത്തിൽ വിധി പറയാൻ. പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, പല നാട്ടിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പല മഹല്ലുകളിലുണ്ടാവും, സംഘടനകളിലുണ്ടാവും, ലോകത്തെല്ലായിടത്തും ഉണ്ടാവും. എന്താ പറയേണ്ടത്? അല്ലാഹും റസൂലും അതേ ഒരു വിധി പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് യഖൂലൂ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു. നമ്മുടെ മെഹ്റാബിൽ നിന്ന് നമ്മുടെ ഖതീബുമാർ, നമ്മുടെ ഉസ്താദുമാർ, ദീനറിയുന്ന പണ്ഡിതന്മാർ വിഷയം പറഞ്ഞാൽ, വാതിൽ പറഞ്ഞു, പള്ളിയിൽ നിന്ന് പറഞ്ഞു, ഒരു മജ്ലിസിൽ വെച്ച് പറഞ്ഞു, ഒറ്റക്ക് ചോദിച്ചോ പറഞ്ഞു, അവർ പറയുന്നത് ദീനാണ്. ആ ബോധത്തോടുകൂടെയാണ് അവരതിനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ മറുത്തൊരഭിപ്രായമോ ഒരു മറുവാക്കോ പറയരുത്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നത്. സമിഅനാ വഅതഅനാ എന്ന് പറയണം. ഞങ്ങൾ കേട്ടു റബ്ബേ, ഞങ്ങൾ അനുസരിച്ചു റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള യഖീൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ റബ്ബിനെ നമ്മൾ കാര്യങ്ങൾ ഭരമേൽപ്പിക്കും, അല്ലാഹുവിനെ ഏൽപ്പിക്കും. അത്രേ കഴിയുള്ളൂ. മനുഷ്യൻ്റെ കഴിവുകൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾ എങ്ങനെയൊക്കെ ഹെൽമെറ്റ് ധരിച്ച് ലൈസൻസ് കയ്യിൽ വെച്ച് ബൈക്ക് ഓടിച്ചാലും ഇങ്ങോട്ട് വരുന്നൊരു കാറുകാരൻ്റെ വരവ്, ഒരു ബസ്സിൻ്റെ, ഒരു ട്രക്കിൻ്റെ വരവ്, അത് കൺട്രോൾ ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ലേ? അള്ളാഹുവിൻ്റെ കയ്യിലുള്ള വിഷയമാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മക്കളോട് ചൊല്ലാൻ പറയണം. നമ്മൾ ചൊല്ലണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറഞ്ഞിട്ടാണ് വീടിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ ഭരമേൽപ്പിക്കുകയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നു റബ്ബേ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പോകുന്ന വഴി തിന്മയുടെ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. തെറ്റ് ചെയ്യാതിരിക്കാനും ബാങ്ക് വിളിക്കുന്നുണ്ടാവും, നിസ്കാരത്തിൻ്റെ ഇടങ്ങളുണ്ടാവും, ഇബാദത്ത് ചെയ്യാനും നന്മയിലേക്ക് ചെല്ലാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും അല്ലാഹുവേ നീ നൽകുന്ന സഹായമല്ലാതെ, നീ നൽകുന്ന കഴിവല്ലാതെ മറ്റൊരു കഴിവുമില്ല റബ്ബേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബൈജാൻ എൻ്റെ ഒരു കൊടുക്കണേ. നമ്മുടെ സദസ്സിലേക്ക് പരിപാടിയുടെ നമ്മുടെ സഹായത്തിന് വേണ്ടി നിങ്ങളെ സമീപിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നഖമഴിഞ്ഞ് സഹായിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെ കഴിവിൻ്റെ പരമാവധി അത്രേ പറയൂ, ബാക്കി അള്ളാഹുവിനല്ലേ അറിയുള്ളൂ. നമ്മുടെ അബുദാബിയിലും അജ്മാനിലും ഷാർജയിലുമുള്ള കമ്മിറ്റിക്കാർ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുണിയും വായിച്ചാക്കാണ് കൂലി കിട്ടുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. പിന്നെ എയർപോർട്ടിലേക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ കുണിയിൽ നിന്ന് കണ്ണൂർ വരെ വന്ന് തിരിച്ച് ഇതുവരെ കൂടെ തന്നെ യാത്ര ചെയ്ത്, അത് ഞങ്ങൾ ആംബുലൻസ് പോരല്ല പോകുന്നത്, അള്ളാഹ് കാത്തതാണ്, ഒരു തട്ടലും മുട്ടലും ഇല്ലാണ്ട് ഇങ്ങോട്ട് എത്തിക്കിട്ടിയത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരാണോ അള്ളാഹുവിനെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത് അവർക്ക് അള്ളാഹു മതിയല്ലോ. നമ്മളത് ശരിക്കണ്ട് യഖീൻ, നമ്മൾ പറഞ്ഞില്ലേ, ഉറപ്പ് വേണം. സംശയിച്ചാൽ പോയി. ഉറപ്പാണ് നിങ്ങൾക്ക് അള്ളാഹു നമ്മുടെ വിഷയത്തിൽ പരിഹാരം തരും, അള്ളാഹു ആ വിഷയത്തിൽ ഇടപെടും എന്ന ഉറപ്പുണ്ടോ, നിങ്ങളുടെ തവക്കുലിന് അള്ളാഹു തആല ഫലം കാണിച്ചു തരും. പക്ഷെ നമ്മൾ തവക്കുലാക്കൽ എപ്പോഴാണെന്നറിയോ? ഈ എല്ലാ വഴിയും അടഞ്ഞാൽ ഇനിയിപ്പോൾ അള്ളാഹിനോട് പറയാം, അതിന് മുമ്പ് തന്നെ പറയണ്ടേ?
എല്ലാ വഴിയും അടഞ്ഞു എന്നാലും പറയാം, അല്ലാഹു തആല സ്വീകരിക്കും. നേരെ മറിച്ചൊരു മുഅ്മിൻ ഏതൊരു വിഷയത്തിലും ഇസ്തിഖാറത്ത് ചെയ്യണമെന്നാണ്. ഇസ്തിഖാറയുടെ ദുആ ഖുർആനിലെ സൂറത്ത് പഠിക്കണ പോലെ പഠിക്കണം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക അല്ലാഹുമ്മ മിൻ ഫദ്ലികൽ അദീം. اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ودنياي وعاقبة أمري عاجله وآجله തുടങ്ങി ആ ഒരു ഇസ്തിഖാറത്തിന്റെ ദുആയുണ്ട്. فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ ഞാനൊരു വിഷയത്തിലേക്ക് മുന്നിടുകയാണ്, ഇതെനിക്ക് ഖൈറാണെങ്കിൽ സാധിപ്പിച്ചു തരയണമേ, ഇതെനിക്ക് ഷർറാണെങ്കിൽ ദൂരത്താക്കി തരയണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇസ്തിഖാറ ചെയ്യേണ്ടത് ഏത് കാര്യത്തിനും. ഒരു കുട്ടിക്ക് കോളേജിലേക്ക് അഡ്മിഷന് പോവാൻ ഇസ്തിഖാറത്ത് ചെയ്യണം. ഒരു യാത്ര പോവാൻ ഇസ്തിഖാറ ചെയ്യണം. കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ മാത്രമല്ല ഇസ്തിഖാറ, ഏതൊരു അമല് ചെയ്യുകയാണെങ്കിലും അല്ലാഹുവിന് 2 റക്അത്ത് നിസ്കരിക്കുക, ഇസ്തിഖാറത്തിന് ദുആയും ചെയ്യുക. പിന്നെ നമ്മൾ നിയ്യത്ത് ചെയ്ത് ആ വിഷയത്തിലേക്ക് ഇറങ്ങുക, അല്ലാഹു ബർക്കത്ത് തരും. ഇസ്തിഖാറ കഴിഞ്ഞാൽ പിന്നെ സ്വപ്ന ദർശനം കിട്ടും, അങ്ങനെയൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന എന്താണോ അതനുസരിച്ച് ചെയ്തേക്കാം. അല്ലാഹു അതിലൊരു ഖൈർ വെച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഏതൊരു കാര്യവും. വിവാഹം ആലോചിക്കുന്നുണ്ട് കുട്ടികൾക്ക്, ഇസ്തിഖാറ ചെയ്യണം. ഒരു പുതിയാപ്പിള്ള വേണോ വേണ്ടേ, ഖൽബിനുള്ളിൽ സംശയമുണ്ട്, അല്ലാഹു ഒരു തീരുമാനത്തിലേക്ക് അത് എത്തിക്കും. ഏത് കാര്യത്തിലും ഇസ്തിഖാറത്ത് വേണം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, സൂറത്തു ത്വലാഖാണത്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരാണോ അല്ലാഹുവിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അവർക്ക് അല്ലാഹു മതി. ആരാ ഏൽപ്പിച്ചത് അവർക്കേത് കിട്ടുള്ളൂ എന്നാ. അങ്ങനെയാണ് നമ്മൾ പറയും, മരുന്ന് കുടിക്കുമ്പോൾ, ടാബ്ലറ്റ് കഴിക്കുമ്പോൾ, ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനൊക്കെ മരുന്ന് കുടിക്കുമ്പോഴേ ആ ഗുളികയല്ല മാറ്റിത്തരുന്നത് ആരാണ്? മാറ്റിത്തരുന്നത് അല്ലാഹുവാണ്. ഇതിൻ്റെ ഒരു കാരണമാണ്. എല്ലാ രോഗത്തിനും ഡോക്ടർമാർ മരുന്ന് തരും, മാറാതെ പോകണില്ലേ, രോഗി മരിക്കണില്ലേ? മരുന്നാണ് രോഗം മാറ്റുന്നതെങ്കിൽ രോഗിക്ക് ശിഫ കിട്ടണം. പക്ഷെ കിട്ടൂല. എന്തേ? ബോഡി വർക്ക് ചെയ്യണില്ല, ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയും ഡോക്ടർ. എന്താ കാരണം എന്നറിയോ? അല്ലാഹുവിൻ്റെ ഖളാ അവിടെ മറ്റൊന്നാണ്. എന്ത് കളിച്ചിട്ടും പിന്നെ കാര്യം ഉണ്ടാവില്ല. മരുന്ന് കഴിക്കണം, അത് കഴിച്ചിരിക്കണം, ഡോക്ടറെ കാണണം. ഇത് നബി തങ്ങൾ പറഞ്ഞ തദാവൗ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ മരുന്ന് കുടിക്കണം കേട്ടോ. തദാവൗ യാ ഇബാദല്ലാഹ്, മരുന്ന് വേണ്ടെന്ന് പറയരുത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഈമാനുള്ള മഹാനാണ്. മഹാനവറുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാരെ കൊണ്ടൊന്നും കഴിയില്ല. അത് മരുന്ന് കഴിക്കണം, ഡോക്ടറെ കാണിക്കണം, ഇതിലൊന്നും പ്രയാസമില്ല, സുന്നത്താണ്. പുണ്യ നബി തങ്ങൾ പറഞ്ഞല്ലേ ഇത്, ഡോക്ടറെ കാണിക്കണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. തദാവൗ യാ ഇബാദല്ലാഹ് ഫഇന്നല്ലാഹ ലം യളഅ ദാഅൻ ഇല്ലാ വവളഅ ലഹു ദവാ. There is no disease but there is a cure for it. ഏത് രോഗത്തിനും ശമനമുണ്ട്, അതിന് മെഡിസിൻ ഉണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അത് അറിയുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് അറിയില്ല. ഏത് രോഗത്തിനും മരുന്നുണ്ട്. ഇല്ലൽ ഹറം വൽ മൗത്ത്, മരണത്തിനും വാർദ്ധക്യത്തിനും മരുന്നില്ല. അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാത്തിനൊക്കെ മരുന്നുണ്ട്, നിങ്ങൾ മരുന്ന് കഴിക്കണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു സല്ലല്ലാഹു. തങ്ങളെ ഡോക്ടർ വന്ന് ചികിത്സിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കുഴപ്പം? ഡോക്ടർമാരെ നബി തങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഡോക്ടർമാരുടെ ഒരു വിഷയം, നമ്മൾ മാലിക് ദീനാർ നമ്മുടെ മഖാമിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ആ ഗ്രൗണ്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഡോക്ടർമാരും ചികിത്സയും അതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്ന വിഷയങ്ങളൊക്കെ വലിയ സേവനമാണ് അവർ ചെയ്യുന്നത്, ഡോക്ടർമാരും നഴ്സുമാരൊക്കെ. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അശ്അരികളിൽപ്പെട്ട 3 മഹാന്മാർ, അബൂ മൂസൽ അശ്അരി തങ്ങൾ, അബൂ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ആമിറുൽ അശ്അരി, 3 പേർ അശ്അരികളൊക്കെ യമനികളാണ്. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ. തത്വജ്ഞാനം യമനിൻ്റേതാണ്, ദീനിൻ്റെ അറിവ് യമനിൻ്റേതാണ്. ഈമാൻ യമനികളുടെ ഈമാനാണ് ഏറ്റവും നല്ല ഈമാൻ എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ. യമനി പണ്ഡിതന്മാർ, അവരിൽ വലിയ അഗാധമായ അറിവുള്ള ആളുകളുണ്ട്, അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്ക് വന്നു അവർ. അബൂ മൂസ, അബൂ മാലിക്, അബൂ ആമിർ അശ്അരീൻ, ഇവരൊക്കെ അശ്അരികളാണ്. അബൂ മൂസൽ അശ്അരി, അബൂ മാലിക്കുൽ അശ്അരി, അബൂ ആമിർ അശ്അരി, ഇവരൊക്കെ മദീനയിലേക്ക് വന്നു. വന്ന സമയത്ത് കയ്യിൽ ഭക്ഷണമില്ല. ഖദ് അർമലൂ മിനസ്സാദ്,
എല്ലാ ഭക്ഷണവും തീർന്നു പോയിട്ടുണ്ട്. യാത്രക്കാരാണവർ, യമനിൽ നിന്ന് വരികയാണ്. പക്ഷെ അവർ വന്നത് എത്യോപ്യ വഴിയായിരുന്നു. കാരണം അവർ സ്വഹാബികൾ ഒരുപാട് ആളുകൾ എത്യോപ്യയിലേക്ക് വന്നിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ അവർ അതിനിൽ നിന്ന് ബാബുൽ മന്ദിബ് കടലെടുക്കുന്നുണ്ട്. അവിടെ ബാബുൽ മന്ദിബ്, സ്ട്രൈറ്റ് ഓഫ് ബാബുൽ മന്ദിബ്, ഇന്ത്യൻ മഹാസമുദ്രവും ചെങ്കടലും കൂടി ചേരുന്ന കടലെടുക്ക്, അവിടെ നേരെ ക്രോസ് ചെയ്ത ആഫ്രിക്കയാണ്. അപ്പോൾ സ്വഹാബിമാർ അവിടെ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അവിടെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എന്ന തങ്ങളാണവർ, സ്വഹാബിയാണ്, അഹ്ലു ബൈത്താണ്, മഹാനവറുകളും സ്വഹാബികളൊക്കെ അവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അബൂ മൂസ അശ്അരി തങ്ങളും അബൂ മാലിക് എന്നവരും അബൂ ആമിർ എന്നവരും കൂടെ വേറെയും ആൾക്കാരുണ്ട്. അവരൊക്കെ എത്യോപ്യയിൽ പോയി ഈ സ്വഹാബിമാരെ കണ്ട് അവരുടെ കൂടെയാണ് പിന്നെ മദീനയിലേക്ക് വന്നത്. ഹിജറ 6-ാം വർഷം എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മദീനയിലേക്ക് നബി തങ്ങളെത്തി 6-ാമത്തെ കൊല്ലമാണ് അവരെത്തുന്നത്. ആ കൂട്ടത്തിലാണ് ഉമ്മു ഹബീബ ബീവി, നബി തങ്ങളുടെ ഭാര്യയാണ്, അബൂ സുഫിയാൻ എന്നവരുടെ മോളാണ്. അന്ന് അബൂ സുഫിയാൻ അവർ മുസ്ലിം ആയിട്ടില്ല. അവരടക്കം മദീനയിലേക്ക് എത്തുന്നത് അപ്പോഴാണ് റളിയല്ലാഹു തആല അൻഹ. അപ്പോൾ ഈ അശ്അരികളുടെ കയ്യിലൊന്നും ഭക്ഷണമില്ല, മിസ്കീന്മാരാണ്. റസൂലുള്ളാഹി നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു, നബിയെ ഞങ്ങൾക്ക് ഭക്ഷണം വേണം. അതാണ് എന്ത് വിഷമങ്ങളും ഹബീബിനോട് അവർ ഷെയർ ചെയ്യും, എന്ത് പരാതികളും. യാ റസൂലല്ലാഹ്, ഭക്ഷണമില്ല നബിയെ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, അതുകൊണ്ട് ഭക്ഷണം വേണം എന്ന് നബി തങ്ങളോട് പറയാൻ ഒരാളെ പറഞ്ഞയച്ചതാണ്. ആള് നബിൻ്റെ അടുത്തേക്ക് വരുന്നു. ഹബീബായ നബി തങ്ങളുടെ വാതിൽക്കലേക്ക് എത്തിയപ്പോൾ നബി തങ്ങൾ ഓതുന്ന ഒരു ഓത്ത് കേട്ടു. എന്താ ഓതുന്നത്? സൂറത്ത് ഹൂദാണത്. വമാ മിൻ ജാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ആരാ ഓതുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഇതിനർത്ഥം? അപ്പോൾ സ്വഹാബി നബിയോട് ഭക്ഷണം വേണമെന്ന് പറയാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ തങ്ങൾ ഈ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർള്, ഭൂമിയിൽ ജീവനുള്ള വായയുള്ള ആമാശയമുള്ള ഏത് ചെറുതും വലുതുമായ ജീവിക്കും, മനുഷ്യനും മൃഗത്തിനും, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അവർക്ക് വായ കീറി കൊടുത്തവനാരോ അവൻ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും, പേടിക്കണ്ട. വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ, അവരുടെ താമസം എവിടെയാണ്, അവരുടെ ഖബർ എവിടെയാണ്, ഇത് അല്ലാഹുവിനറിയാം. വീട് മവ്വലിലാണ്, ഖബർ മവ്വലിൽ തന്നെ ആവോ ഒന്നും നമുക്കറിയില്ല. വേറെവിടേക്കെങ്കിലും യാത്ര പോകുമ്പോൾ അവിടെ ഇവിടെ എങ്ങാനും വെച്ച് മരിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ മറവയ്യും. നമ്മുടെ വീടെവിടെയാണ്? മുസ്തൗദഅഹ, നമ്മളിനി നാളെ അടക്കം ചെയ്യുന്ന സ്ഥലം എവിടെയാണ്, അതാണ് ഖബർ. എവിടെയാണ് അല്ലാഹ്ക്കേ അറിയുള്ളൂ. നമ്മൾ ഖബർ കുഴിച്ച് വെക്കാം നാട്ടിൽ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ഖബറിൽ തന്നെ വന്ന് കിടക്കുന്ന ഉറപ്പൊന്നുമില്ല. അങ്ങനെയല്ലേ? മക്കത്ത് പോയി അവിടെ നിന്ന് മരിച്ചു എന്ന് വിചാരിക്കുക, അവിടെ മറവിയും. അതല്ല, അതിൽ ഖൈറായ സ്ഥലം എവിടെയുള്ളത്? മദീനയുണ്ട്. മദീനയും മക്കയും കഴിഞ്ഞ പിന്നെ എന്താ? അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ. മൗലാന മുഹമ്മദ് അലി ജൗഹർ ലണ്ടനിൽ നിന്ന് വരുന്ന സമയത്ത് മരിക്കുകയാണ്. എന്നെ ഒന്നുകിൽ ഇന്ത്യയിലേക്ക് എന്നെ കൊണ്ടുപോയി മറവ് ചെയ്യണം. അപ്പം അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് ഇന്ത്യയുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലേക്ക് എൻ്റെ മയ്യത്ത് കൊണ്ടുപോകാൻ കഴിയില്ലേ, നിങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് എൻ്റെ മയ്യത്ത് കൊണ്ടുപോയി അവിടെ മറവ് ചെയ്യണം. മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ വസിയത്താണ്. ഇംഗ്ലീഷുകാർ വാക്ക് പാലിക്കാൻ ഉഷാറാണല്ലോ. ആ മയ്യത്തും കൊണ്ടവർ നേരെ മെഡിറ്ററേനിയൻ കടലിൽ കടന്ന് ജെറൂസലേമിൽ വന്നു. ഇന്ന് മസ്ജിദുൽ അഖ്സയിൽ ഖിബ്ല എങ്ങനെയാണ് എന്ന് സങ്കല്പിച്ചാൽ, ഖുബ്ബത്തു സുഹറ എന്ന് പറഞ്ഞ മെഹറാജ് പോയ പാറൻ്റെ പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഇടത് ഭാഗം സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെന്നാൽ അവിടെ കുറച്ച് ഖബറുണ്ട്. അതിൽ കാണാം ഹാദാ ദുരീഹ് മുഹമ്മദ് അലി ജൗഹർ അൽ ഹിന്ദി, ഇന്ത്യക്കാരനായ മുഹമ്മദ് അലി ജൗഹറിൻ്റെ ഖബറാണ്. നമുക്കവിടെ ചെന്ന് ജനലിനടുത്ത് ഒന്ന് ദുആ ചെയ്യാൻ പറ്റും. അവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തതാ. ഇന്ത്യക്കാരനാണ്, പക്ഷേ മുസ്തൗദ, അള്ള വെച്ചത് ജെറൂസലേമിലാണ്, മസ്ജിദുൽ അഖ്സൻ്റെ മുമ്പിലാണ്. യഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ. ഇതാണ് അള്ളാഹുവിൻ്റെ വിളിയാണ്. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഇനി എവിടെയാണ് നിങ്ങളെ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത്, ഇതൊക്കെ അള്ളാഹുവിനറിയാം. കുല്ലും ഫീ കിതാബിൻ മുബീൻ, എല്ലാം വ്യക്തമായ രേഖയിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എല്ലാം അള്ളാഹ്ക്കറിയാം. അപ്പോൾ ഈ സ്വഹാബിയെ കേൾക്കുകയാണ്, എല്ലാ ജീവികൾക്കുമുള്ള ഭക്ഷണം അള്ളാഹിൻ്റെ അടുത്തുണ്ട്. അപ്പം നമ്മൾ യമനികളായ അശ്അരി ജീവികൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിസ്സാരമല്ലേ, നമ്മുടെ ഭക്ഷണം അള്ളാഹ് ഏറ്റെടുത്തു എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് മിണ്ടാണ്ട് ഞാൻ നബിയോട് ഇനി ഒന്നും പറയില്ല എന്ന് പറഞ്ഞത് തിരിച്ചു പോരാണ്. തങ്ങളോട് ഭക്ഷണം വേണമെന്ന് പറയാനാ ചെല്ലുന്നത്. അള്ളാഹ് ഭക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു എന്ന ആയത്താണ് നബി ഞങ്ങൾ ഓതുന്നത്. പിന്നെ അവിടെ ചെന്ന് ഭക്ഷണം തരി നബി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്തു? വേഗം തിരിച്ചു പോന്നു. അദ്ദേഹം പറഞ്ഞു,
അള്ളാഹിന്റെ മുമ്പിൽ അത്ര നിസ്സാരമായ ജീവികളല്ലല്ലോ അശ്അരികളായ ഞങ്ങൾ യമനികൾ. അള്ളാഹു നമ്മളൊക്കെ നോക്കുമല്ലോ. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെന്നില്ല, നേരെ പോന്നു തൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക്. അവരോട് പറഞ്ഞു, അബ്ശിറൂ, സന്തോഷിച്ചോളൂ, അതാകുമുൽ ഗൗസ്, ഗൗസ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ സഹായം വന്നിരിക്കുന്നു, പേടിക്കണ്ട കേട്ടോ, സന്തോഷിച്ചോളൂ, അള്ളാഹിന്റെ സഹായം വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചു റസൂലുള്ളാഹിനോട് പോയി പറഞ്ഞു, തങ്ങളെ ഭക്ഷണമൊക്കെ റെഡിയാക്കി ഇപ്പോൾ കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവർ മിണ്ടാണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാള് ഒരു ഭക്ഷണത്തളിക നിറയെ ഭക്ഷണവും അതിൽ മാംസവുമുണ്ട്. 10-15 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. അവരത്ര ആളുകളൊന്നുമില്ല. ആ തളികയും കൊണ്ട് 2 ആളുണ്ട് വന്ന് വാതിൽക്ക് മുട്ടുന്നു. അപ്പം അവര് വാതിൽ തുറന്നെടുത്തു. ഭക്ഷണം വെച്ചാൽ അവർ ഉറപ്പിച്ചു നബി തങ്ങൾ കൊടുത്തയച്ചതാ. കൂടുതൽ ആൾക്കാരോട് കഥ പറഞ്ഞിട്ടില്ലല്ലോ. അവരൊക്കെ ഭക്ഷണം കഴിച്ചു. ഹത്താ അകലൂ മിൻഹാ മാ ശാഉ, വേണ്ടത്ര നന്നായി ക്ഷീണിച്ചിട്ടുണ്ട്. അവർ വലിയ യാത്ര കഴിഞ്ഞ് വരല്ലേ, ഈ പായക്കപ്പലിലൊക്കെ ഉള്ള യാത്രയല്ലേ, അവർ വല്ലാണ്ട് ക്ഷീണിച്ചിരുന്നു. അവർ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഈ ഭക്ഷണം നമ്മൾ ഇവിടെ വെച്ച് കേടുവരുത്തണ്ടല്ലോ, തങ്ങളുടെ അടുത്ത് ഒരുപാട് അതിഥികൾ വേറെ വരുമല്ലോ, അതുകൊണ്ട് ഈ ഭക്ഷണത്തിൻ്റെ ബാക്കി നബി തങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാം. ലൗ അന്നാ റദദ്നാ ഹാദാ തുആമ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ളീ ബിഹി ഹാജ, തങ്ങളുടെ അടുത്ത് വരുന്ന ആളുകൾക്കോ തങ്ങൾക്കോ ആവശ്യമുള്ള ഭക്ഷണം ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഇത് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ആ 2 ആളോടും പറഞ്ഞു, ഈ ഭക്ഷണം അല്ലാഹുവിൻ്റെ റസൂലിന് കൊണ്ടുപോയി കൊടുക്കൂ, ഞങ്ങൾക്ക് ആവശ്യമായത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ അവരാ ഭക്ഷണം ഇട്ട് പോയി കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ച റാഹത്തായി അവർ നബിയെ കാണാൻ വേണ്ടി വരിക. യമനെന്ന് വന്നതല്ലേ, ആദ്യം ഒന്ന് വിശ്രമിക്കും. അങ്ങനെയുള്ള ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കും, ഒന്ന് ബാത്റൂം പോകും, ഡ്രസ്സൊക്കെ ഒന്ന് മാറും, എന്നിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഇപ്പം മുമ്പിലേക്ക് ഞാൻ അങ്ങനെ കടന്നു വരാൻ പറ്റുമോ? ഒന്ന് വൃത്തിയായിട്ടല്ലേ വരാൻ കഴിയുള്ളൂ. അപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എന്ത് ചെയ്യും? ഒന്ന് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് വൃത്തിയായി റാഹത്തായി നബിനെ കാണാൻ വേണ്ടി വരിക. നബിയോട് പറയാണ്, യാ റസൂലല്ലാഹ്, മാ റഅയ്നാ തുആമൻ അക്സറ വലാ അത്യബ മിൻ തുആമിൻ അർസൽത ബിഹി, നബിയെ അങ്ങ് കൊടുത്തയച്ച ഭക്ഷണത്തിനോളം നല്ല ബറക്കത്തുള്ള രുചിയുള്ള നല്ല ഭക്ഷണം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല നബിയെ. എന്തോ ഒരു നല്ല ഭക്ഷണം നബി അങ്ങ് കൊടുത്തയച്ചത്. തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തയച്ചിട്ടില്ലല്ലോ. മാ അർസൽതു ലക്കും തുആമാ, ഞാൻ കൊടുത്തയച്ചില്ലല്ലോ. അതായിരുന്നതിന്റെ ശരി. കാരണം ആ സ്വഹാബി തങ്ങളോട് പറഞ്ഞിട്ടില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഏത് കുഞ്ഞിനും വലിയവർക്കും ചെറിയവർക്കുമുള്ള ഭക്ഷണം അല്ലാഹ് ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ മുതലാളിമാരുടെ കയ്യിൽ കൊടുക്കും, പാവപ്പെട്ടവർക്ക് അവർ വിതരണം ചെയ്യണം. അത് മുതലാളിമാരെ പിടിച്ചു വെച്ചാൽ അവർ കുറ്റക്കാരാണ്. ലോകത്ത് എല്ലാ മനുഷ്യർക്കുമുള്ള ഭക്ഷണം ഈ ഭൂമിയിലുണ്ട്. വലിയ അത്ഭുതമാണ്. ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ വരുന്നേ എന്ന് പറഞ്ഞ് ഒച്ചപ്പാട് തുടങ്ങി 990 മുതൽ 2000 വരുമ്പോഴേക്കും ജനസംഖ്യാ വിസ്ഫോടനം. ജനങ്ങളെ കൊണ്ട് ഭൂമിയിൽ നിറഞ്ഞിട്ട് തിന്നാൻ ഭക്ഷണം ഉണ്ടാവില്ല. ഈ കാണുന്ന വയലും പാടം തന്നെയല്ലേ ഉള്ളൂ. ഇപ്പോഴുള്ള ആൾക്കാർക്ക് തിന്നാനുള്ള ഭക്ഷണം. ഇനിയിപ്പോൾ ഈ ജനസംഖ്യയിന് ഡബിളായി കഴിഞ്ഞാൽ 6 ബില്യൺ 7 ബില്യൺ ആളുകൾ ഭൂമുഖത്ത് ജീവിച്ചാൽ ഇവിടെ ഭക്ഷണത്തിന് വകണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ വരികയാണ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ വിസ്ഫോടനം. അതൊക്കെ അള്ളാഹു തിരുത്തിയില്ലേ? അത്രക്ക് ഏറെ ഭക്ഷണമല്ലേ ഇപ്പോൾ എല്ലായിടത്തും ഭക്ഷണം കൂടിയേക്കല്ലേ. അള്ളാഹുവിൻ്റെ റിസ്ക് അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ചു എല്ലാവരും ആളെണ്ണം കൂടിയ ഭക്ഷണം ഉണ്ടാവില്ല. ആളെണ്ണം എത്ര റെസ്റ്റോറൻറ്റും എത്രയാ ഭക്ഷണങ്ങൾ. പക്ഷേ ചില നാടുകൾക്കത് കിട്ടുന്നില്ല. ആ ഭക്ഷണം ഭൂമിയിൽ അത് ഇറക്കിയിട്ടുണ്ട്. അവർക്ക് കൊടുക്കേണ്ടവർ കൊടുക്കാതെ പിടിച്ചു വെച്ചതുകൊണ്ട് അലി തങ്ങൾ അത് വിശദമായി പറഞ്ഞു. ഭൂമിയിൽ ഒരാളും പട്ടിണി കിടന്ന് മരിക്കണില്ല. അവർക്ക് പട്ടിണിയില്ലാതെ കഴിയാനുള്ള ഭക്ഷണം അല്ലാഹ് ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ട്. മനുഷ്യനോട് ചെയ്യേണ്ട മര്യാദ ചെയ്യാത്തതിൻ്റെ പേരിൽ, ആളുകൾ ഭക്ഷണം കുമിഞ്ഞുകൂട്ടുന്നതിൻ്റെ പേരിൽ, അവരെ സ്വന്തമാക്കി വെക്കുന്നതിൻ്റെ പേരിൽ, ജനങ്ങൾക്ക് കൊടുക്കാത്തതിൻ്റെ പേരിൽ, ദാനം ചെയ്യാത്തതിൻ്റെ പേരിൽ, സഹായിക്കാത്തതിൻ്റെ പേരിലാണ് അവിടെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നത്. ഭക്ഷണമില്ലാത്തത് കൊണ്ടല്ല. ഭക്ഷണം ഓരോ മനുഷ്യനും ആവശ്യമായത് റബ്ബ് തആല ഇറക്കിയിട്ടുണ്ട്. അത് ലോകത്ത് എല്ലാവരും സോഷ്യോളജിസ്റ്റുകളൊക്കെ അംഗീകരിക്കുമല്ലോ. ഭക്ഷണം അവൈലബിൾ ആണ്. പക്ഷെ ചിലയിടത്ത് ധൂർത്ത നടക്കുന്നത്, ചിലയിടത്ത് ദാരിദ്ര്യമാണ്. ഈ ധൂർത്ത് ചെയ്യുന്നത് ദാരിദ്ര്യമുള്ള നാട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ധാരാളമാണത്, പക്ഷെ ചെയ്യുന്നില്ല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. തങ്ങൾ പറഞ്ഞു, മാ അർസൽതു ഇലൈക്കും തുആമാ,
റസൂലുള്ളാഹി ഞങ്ങളിത് പറഞ്ഞപ്പോൾ അവരൊക്കെ അത്ഭുതപ്പെട്ടു. നബിയേ, ഞങ്ങളുടെ കൂട്ടുകാരൻ അങ്ങയുടെ അരികത്തേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ, ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അയാൾ വന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ എവിടെന്നാ ഭക്ഷണം വന്നത്? തങ്ങൾ പറഞ്ഞു, ഞാൻ കൊടുത്തയച്ചതല്ല. ഫഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ദാക ശൈഉൻ റസഖകുമൂഹു അല്ലാഹു തആല, അല്ലാഹു നിങ്ങൾക്ക് തന്ന ഭക്ഷണമാണത്. അല്ലാഹ് ആരെക്കൊണ്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. ആ വന്ന 2 ചെറുപ്പക്കാർ ഒരുപക്ഷെ അല്ലാഹുവിന്റെ മലക്കുകളായിരിക്കാം, മനുഷ്യരൂപത്തിൽ വന്നത്. അല്ലാഹ് നിങ്ങൾക്ക് തന്നു. എന്തേ? വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ആ ഒരു ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി നഷ്ടപ്പെട്ട മനുഷ്യൻ കരയരുത്. കച്ചവടം നഷ്ടമായി, പൈസ നഷ്ടമായി, എൻ്റെ റിസ്ക് പോയല്ലോ എന്ന് പറയല്ലേ. അള്ളാഹ് കണക്കാക്കിയത് അവിടെ സംഭവിച്ചു. പാഠം പഠിക്കേണ്ടത് പഠിക്കണം, ശരിയാണ്, തെറ്റുകൾ തിരുത്തണം. പക്ഷേ എൻ്റെ റിസ്ക് അവിടെ അവസാനിച്ചു എന്ന് പറയരുത്. അള്ളാഹു നിങ്ങളുടെ റിസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. നിങ്ങൾക്ക് വേണ്ട ജോലിയും നിങ്ങൾക്ക് വേണ്ട കച്ചവടവും നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും അള്ളാഹുവിൻ്റെ ഖജനാവിലുണ്ട്. ഒരു കമ്പനിയിൽ നിന്ന് പുറത്താക്കി വിചാരിക്കുക, അടുത്ത കമ്പനി നിങ്ങളെ തുറന്ന് കാത്തിരിക്കുന്നുണ്ട്. ഗൾഫിൽ പണി പോയി, നാട്ടിൽ പണി ഉണ്ടാവും. നാട്ടിൽ പണി പോയി, ഗൾഫിൽ പണി ഉണ്ടാവും. വേറെ എവിടെയെങ്കിലും കാണും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അള്ളാഹുവിൻ്റെ തർത്തീബ്. ഇത് മുഅ്മിനായ മനുഷ്യൻ്റെ ഖൽബിൽ വേണം. അല്ലാത്തൊരു പേടിക്കും. പഠിച്ചോനെ, എനിക്ക് പെൻഷൻ ആവാനായി, എന്തായിരിക്കും എൻ്റെ പെൻഷൻ കാലാവസ്ഥ? നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അപ്പം കാണാമെന്നല്ലാണ്ട് എന്തേ? അള്ളാഹുലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു ഒരു വഴി കണ്ടിട്ടുണ്ടാവും. മക്കളെ കാത്തിരിക്കേണ്ട, മക്കളിലൂടെ നമുക്ക് ആശ്വാസം കിട്ടുമെന്നും വിചാരിക്കേണ്ട. തവക്കുല് മക്കളുടെ മേലല്ല, തവക്കുൽ ആരുടെ മേലാണ്? അള്ളാഹുവിൻ്റെ മേലാണ് തവക്കുലാക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ടിൻ്റെ മേലല്ല തവക്കുലാക്കേണ്ടത്. ബാങ്ക് അക്കൗണ്ട് തീർന്നാൽ പിന്നെ ഇവരുടെ വയറിന് കത്തിക്കാളിൽ വരും. എന്തേ? ആകെ തവക്കുലാക്കിയത് ബാങ്കിലാണ്, അത് വയസ്സ് പോയല്ലോ എന്ന് പറയും. തവക്കുൽ അള്ളാഹുവിൻ്റെ മീതെയാണ്. പടച്ചവനെ, നിന്നെ ഏൽപ്പിച്ചു റബ്ബേ ഞാൻ. ഇത് ഖൽബ് കൊണ്ട് നിങ്ങൾ ചെയ്യും. ഞാൻ ഈ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ലേ, നിങ്ങൾ വെറുതെ കേട്ടു പോയിട്ടും കാര്യമില്ല, വേസ്റ്റാക്കേണ്ട ഈ ടൈം. ഖൽബ് കൊണ്ട് നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ അത്ഭുതം കണ്ണിൽ നിങ്ങൾ കാണും, നിങ്ങൾ കണ്ടിരിക്കും. അത് ദുന്യാവെന്ന് അനുഭവിച്ചിട്ടില്ല, ഇവനെ എപ്പോഴും അനുഭവിക്കാൻ നേരം ഉണ്ടാവുക. മരിക്കേണ്ടുമെങ്കിൽ അറിയണ്ടേ, അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് റബ്ബൻ്റെ കാര്യം. ആർക്കെങ്കിലും അങ്ങനെ അനുഭവമുള്ളവരെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ കുടുങ്ങിയിട്ട് പ്രയാസപ്പെട്ടിട്ട് നിങ്ങളറിയാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ പരിഹാരം എത്തിച്ചു തന്നു. അല്ലെങ്കിൽ ഡോക്ടർ മടക്കി വിട്ട് രോഗം ശിഫയാവില്ല, നിങ്ങൾ പോയി ദുആ ചെയ്തു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മഹാന്റെ സാന്നിധ്യത്തിൽ, ഒരു ഹദറത്തിൽ, ഒരു മഖാമിൽ നിന്നുകൊണ്ട് ദുആ ചെയ്തു, അള്ളാഹു അത് സ്വീകരിച്ചു. അനുഭവമുള്ളവരൊന്ന് കൈവയ്ക്കട്ടെ. മാഷാ അല്ലാഹ്, ആളുകളുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. നമുക്കത് ഈമാനോട് കൂടും, ഈമാൻ വർദ്ധിക്കും. നമ്മൾ വെറുതെ അങ്ങനെ വിചാരിക്കേണ്ട, അല്ലാഹ് ഉണ്ടോന്ന് ഇസ്ലാമിനെ പുറത്തു പോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അസ്തിത്വം മാത്രമല്ല, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈമാൻ ഉണ്ടാവുക. അല്ല, അല്ലാഹ് അവിടെ ഉണ്ട്, നമ്മളിവിടെ ഉണ്ട്, അതാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ ചെറുതും വലുതും. നിങ്ങളെ ഒരാൾ ചീത്ത വിളിച്ചു എന്ന് വിചാരിക്കുക, ആ മനുഷ്യൻ്റെ നാക്കിലൂടെ നിങ്ങളത് കേൾക്കാൻ കാരണമായത് അള്ളാഹു അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പക്ഷെ അയാളത് ചെയ്താൽ അയാളുടെ നിയ്യത്തിന് ശിക്ഷയുണ്ടായിരിക്കും. പക്ഷെ ആ പണി നടന്നത് അള്ളാഹുവിൻ്റെ ഒരു ഖളാ ആണ്. നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഖൈർ കിട്ടാനോ അള്ളാഹു അവിടെ ഇടപെട്ടതാണ്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഒരു ആക്സിഡന്റ് ഉണ്ടായി, പാഠം ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ മരിച്ചുപോയി, ചിലപ്പം വളരെ ഫേറ്റൽ ആക്സിഡന്റ്, ഒരു മാരകമായ മുറിവുകളേറ്റു എന്ന് വന്നേക്കാം. അള്ളാഹുവിൻ്റെ ഒരു ഹുക്കുമും ഒരു ഖളാഉം അവിടെ സംഭവിച്ചു. അപ്പുറത്തെ ആൾ വണ്ടി ഓടിച്ചത് കള്ളുടിച്ചിട്ടായിരിക്കും, മയക്കുമരുന്ന് അടിച്ചിട്ടായിരിക്കും, അത് വേറെ വിഷയം. അള്ളാഹുവിൻ്റെ ഖളാ നിങ്ങളിൽ സംഭവിച്ചതാണ്. ഈ മതിൽ മന്ദിര കുട്ടിനെ തള്ളിയിട്ടൊരു കുട്ടി മരിച്ചു, അതൊരു മരണമാണ്. കുട്ടി സ്വന്തമായി വീടിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു, അതും ഒരു മരണമാണ്. വണ്ടി ഇടിച്ചു മരിച്ചു, അതും മരണമാണ്. ഇവിടൊക്കെ മരിപ്പിച്ചതാരാ? അള്ളാഹുവാണ്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? വണ്ടി ഇടിച്ചു വന്നാൽ പിന്നെ ഡ്രൈവർ തച്ചു കൊല്ലുക, മതിൽ വന്ന് കുട്ടി ചാടി വീണതാണെങ്കിൽ പിന്നെ നിറൊഴിച്ചു പോവുക, പിന്നെ കരയാനല്ലേ പറ്റുള്ളൂ. അത് പിന്നെ ആരും കുറ്റം പറയാൻ വയ്യല്ലോ. 2 സ്ഥലത്തും മരിപ്പിച്ചതാരാണ്? അള്ളാഹുവാണ്. ഒരിടത്ത് നിങ്ങൾക്ക് കാരണം കാണാൻ പറ്റും, വണ്ടി ഇടിച്ചതാണ്. പക്ഷെ മരണം നടത്തിയത് ആ ഡ്രൈവറാണോ? അല്ല, അത് അള്ളാഹുവാണ്. നമുക്കങ്ങനെ കാണാൻ പറ്റുമോ? അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ഈമാൻ, അതാണ് യുഹ്യി വ യുമീത്.
യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ജീവിപ്പിക്കുന്നത് അല്ലാഹുവാണ്, മരിപ്പിക്കുന്നത് അല്ലാഹുവാണ്. എന്നതിനർത്ഥം ഒരു ബോഡിയെ തൊടാതെ ആ റൂഹ് എടുക്കണം. ഇത് അല്ലാഹുക്ക് മാത്രമേ. നിങ്ങൾ കൊല്ലാൻ പറ്റും ഒരാളെ. എങ്ങനെ? വെട്ടിക്കൊലപ്പെടുത്തി, ദേഹം വെട്ടിമുറിച്ചു, അപ്പോൾ നസീഫ് ഉണ്ടാവും, രക്തം വാർന്നൊലിക്കും. രക്തം വാർന്നൊലിച്ചാൽ റൂഹ് നിൽക്കാൻ പറ്റൂല, റൂഹ് പോകും. ഞാൻ കൊന്നു എന്ന് പറയാം, ഞാൻ മരിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട് പറ്റൂല? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നമ്രൂദ് തർക്കിച്ചു. ഇബ്രാഹിം നബി പറഞ്ഞു, എൻ്റെ റബ്ബ് യുഹീ വയുമീത്, അല്ലാഹ് ഗിവ്സ് ലൈഫ് ആൻഡ് ഡെത്ത്. പറഞ്ഞു, ഞാനും ഐ ക്യാൻ ഗിവ് ലൈഫ് ആൻഡ് ഡെത്ത്. അങ്ങനെ ഒരു പ്രിസണറെ കൊണ്ടുവന്നു, ഒരാളെ കൊന്നു, ഒരാളെ വെറുതെ വിട്ടു. ഞാൻ അതാ ജീവിപ്പിച്ചു, ഒരാളെ കൊന്നു, മരിപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ തർക്കിക്കാൻ നിന്നില്ല. എൻ്റെ റബ്ബാണ് സൂര്യനെ കിഴക്കുന്ന് കൊണ്ടുവരും, നീ കൊണ്ടുപോവാ പടിഞ്ഞാറുന്ന്. ഫബുഹിതല്ലദീക. എന്തുകൊണ്ട് തർക്കിച്ചില്ല എന്നറിയോ? അവൻ പൊട്ടത്തരാണ് പറഞ്ഞത്. എന്തേ? ജീവനുള്ള ഒരു മനുഷ്യനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നിട്ട് ഞാൻ മരിപ്പിച്ചു എന്ന് പറയേ? അത് മരിപ്പിക്കലല്ല. ജീവനുള്ള മനുഷ്യനെ നിർത്തിയിട്ട് അയാളുടെ ദേഹത്ത് തൊടാതെ റൂഹെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയോ? ആ നിൽക്കുന്ന മനുഷ്യനെ മരിപ്പിക്കുക എന്ന് പറഞ്ഞ ദേഹത്ത് തൊടരുത്. ആ ദേഹത്തിൽ നിന്ന് ദേഹിയെ പിടിച്ചെടുക്കാൻ ആർക്ക് കഴിയും? അള്ളാഹുവിനല്ലാതെ. ആർക്കെങ്കിലും കഴിയോ? അതുകൊണ്ടാണ് മരണവും ജീവിതവും അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് വെട്ടിക്കൊലപ്പെടുത്താം, അത് ബോഡി സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാൻ. റൂഹ് നിലനിൽക്കാൻ അള്ളാഹു തആല ചില പ്രീ റിക്വിസിറ്റ്സ് അള്ളാഹുവിനുണ്ട്. ആ തീരുമാനത്തെ, ആ സംവിധാനത്തെ നമ്മൾ ബ്രേക്ക് ചെയ്തു, അപ്പോൾ റൂഹ് പുറത്തു പോകും. അത് കൊല്ലലാണ്. മരിപ്പിക്കലാണോ? മരിപ്പിക്കണമെങ്കിൽ ദേഹത്ത് തൊടാൻ പാടില്ല. കിടക്കണ മനുഷ്യൻ്റെ റൂഹ് നീ എടുക്ക്, അതിന് കഴിയോ? അത് അള്ളാഹുവിന് മാത്രമേ കഴിയൂ. യുഹീ വയുമീത്. മരണവും ജീവിതവും നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഭാര്യ പ്രസവിച്ചപ്പോൾ രക്തസ്രാവമുണ്ടായി ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു എന്ന് വന്നേക്കാം, അത് അള്ളാഹുവിൻ്റെ ഖദാണ്. ഒരു ഡോക്ടർ അറിഞ്ഞുകൊണ്ടത് ചെയ്യുമോ? ആരെങ്കിലും അങ്ങനെ ഒരു പാപഭാരം ഒരു സിവിൽ കേസായി മാറിയേക്കാം, കുറ്റകരമായ ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞേക്കാം, അനാസ്ഥയാണതിന് കാരണമെന്ന് വന്നേക്കാം. അതൊക്കെ ഇവിടെ കാരണങ്ങളാണ്, അതതിൻ്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ മരണം സംഭവിച്ചത് എങ്ങനെയാണ്? അള്ളാഹു നിശ്ചയിച്ചു, ഇന്ന കുഞ്ഞിൻ്റെ ജന്മം കൊടുക്കുമ്പോൾ ഈ പെണ്ണിന് ഇത്ര വയസ്സാകുമ്പോൾ ഇന്ന സ്ഥലത്ത് വെച്ച് അവിടെ റൂഹിനെ പിടിക്കണം. അതവിടെ നടന്നു. ഇത് വിശ്വസിക്കുന്ന മുമ്പിൽ പോയി പിന്നെ ഹോസ്പിറ്റലിൽ അടിച്ചു പൊളിക്കുമോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഖദാഉ ഖദർ എന്ന് പറഞ്ഞ സംഭവം ചെറുതല്ല. അത് വിശ്വസിക്കുമ്പോഴേ ഈമാൻ പൂർത്തിയാവുള്ളൂ. ഇസ്ലാം എന്നത് വെറും ഒരു മുസല്ലയിൽ നിസ്കരിക്കലും റമദാനിൽ നോമ്പെടുക്കലും ഒരു ഉംറയും ഇത്ര മാത്രമാണോ? ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അതിനിടക്ക് നടക്കുന്ന സർവ്വതിലും അള്ളാഹുവിന് ഇടപെടാനുണ്ട്, ദീനിന് ശരീഅത്തിന് ഇടപെടാനുണ്ട്. അതാണ് ഇസ്ലാം. ഇത് വെറുതെ ഒരു മതം എന്ന് പറഞ്ഞ് വിടണ്ട. അങ്ങനെ കുറേ മതങ്ങൾ ലോകത്തുണ്ട്. ഇസ്ലാമിൻ്റെത് ശരീഅത്താണ്. ഇറ്റ്സ് എ ലൈഫ് ഫോർമുല, ഇറ്റ്സ് എ ലൈഫ് പ്രോഗ്രാം. അള്ളാഹു തആല അവൻ്റെ ഇഷ്ടപ്പെടുന്ന ഡിയാറുകളിൽ അള്ളാഹു നമ്മെ ചേർത്തി തരട്ടെ. ആമീൻ. അതുകൊണ്ട് റബ്ബിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ വളരണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ് മുഅ്മിനീങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെയാണ് അവരുടെ ജീവിതമാവേണ്ടത്. ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ. അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അങ്ങയെ നിഷേധിക്കുന്ന, ഖുർആനിനെ നിഷേധിക്കുന്ന ആളുകളോട് പറയണമേ, ഖുൽ. അവരതിൻ്റെ ഓഡിയൻസ്. ഇന്നമാ അഇദുകും ബിവാഹിദ. I ask you to do only one thing. ഒറ്റ കാര്യങ്ങൾ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്നറിയോ? അൻ തഖൂമൂ ലില്ലാഹി മത്നാ വഫുറാദാ ثم تتفكروا. അള്ളാഹു ഇല്ലെന്ന് പറയുകയോ പടച്ചവനെ നിഷേധിക്കുകയോ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരാളോ ഒറ്റക്കോ രണ്ടാളായിട്ടോ മൂന്നാളായിട്ടോ, അള്ളാഹ് പറഞ്ഞത് 1, 2 എന്നാണ്. മത്നാ വഫുറാദ. നിങ്ങൾ ഒരാളായിട്ടോ 2 പേര് ഒരുമിച്ചോ നിങ്ങൾ നിൽക്കുക. ثم تتفكروا. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കി. ഇതെങ്ങനെ ഇവിടെ വന്നു? ഈ ചെടി, ഇതിൻ്റെ ഇലകൾ, ഈ മരം, ഈ തെങ്ങ്, നമ്മുടെ വയൽ, ഇവിടെ കാണുന്ന ചെറു ജീവികൾ, ഈ അന്തരീക്ഷത്തിൻ്റെ ഹ്യൂമിഡിറ്റി, ഈ രാത്രി എങ്ങനെ സംഭവിച്ചു? ഇനി നാളെ പകലുണ്ടാകുന്നു. അതുവരേക്കും നമ്മളെ കൊണ്ട് ഭൂമി കറങ്ങുകയാണ്. 1,08,000 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ നമ്മൾ യാത്ര ചെയ്തു. 9:30 മണിക്ക് നമ്മൾ തുടങ്ങി, 10:30 മണിക്ക് തുടങ്ങിയപ്പോൾ 12 മണി, 1.5 മണിക്കൂർ കൊണ്ട് 1.5 ലക്ഷം കിലോമീറ്റർ നമ്മൾ ഭൂമിയെയും കൊണ്ട് സൂര്യന് ചുറ്റും ഓടിക്കഴിഞ്ഞു. എത്ര? 1.5 ലക്ഷം കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി ഓടുന്നത്. ഞാനും നിങ്ങളും നമ്മുടെ ഈ സ്റ്റേജൊക്കെ അടക്കം നമ്മൾ 1.5 ലക്ഷം കിലോമീറ്റർ ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഓടിയിട്ടുണ്ട്. 1.5. നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ദൂരം? ഈ ദൂരം പൂർത്തിയാകുമ്പോഴാണ് ഡിസംബർ 31 എന്ന് പറയാം. ഇത്ര സ്പീഡിൽ ഭൂമി ജനുവരി 1 മുതൽ
1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ സ്പീഡിൽ സൂര്യന് ചുറ്റും കറങ്ങി പൂർത്തിയായ ഒരു റൗണ്ട് പൂർത്തിയാവുമ്പോൾ നമ്മൾ പറയും ഇതാ ഡിസംബർ 31 നാളെ ന്യൂ ഇയറാ, കള്ളു പൊട്ടിക്കാന്ന് പറയും അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വലിയൊരു ദൃഷ്ടാന്തം പൂർത്തിയാകുന്ന സമയത്ത് അള്ളാഹ്ക്ക് തെറ്റ് ചെയ്തിട്ട് ആഘോഷിക്കുക. ഇതല്ലേ നമ്മൾ ചെയ്യാറുള്ളത്? തതഫക്കറു, നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഈ ഭൂമി, എന്താണ് ആകാശം, എന്താണ് പ്രപഞ്ചം? നമ്മുടെ കണ്ണിൽ കാണുന്ന ഈ നക്ഷത്രങ്ങളുടെ പ്രകാശം ഇപ്പം ഉണ്ടാകും. ആ നക്ഷത്രം എന്നോ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരിഞ്ഞു പോയിട്ടുണ്ടാവുന്ന. ഇപ്പം ഈ കാണുന്ന നക്ഷത്രങ്ങളുടെ ഈ പ്രകാശം കാണുന്നില്ലേ, ആ പ്രകാശം ഇപ്പം അവിടെ ഉണ്ടാവണമെന്നില്ല എന്നാണ്. എന്തേ? ആ പ്രകാശം നമ്മിലേക്ക് എത്തുന്നത് ഇപ്പോഴാണ്. അതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ഡാർക്ക് മാറ്ററായി മാറിയിട്ടുണ്ടായിരിക്കാം, നമുക്ക് പോലും അറിയില്ല. പ്രപഞ്ചം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും, ബില്യൺ കണക്കിന് നക്ഷത്ര താര സമൂഹങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, ദ ഫാർദസ്റ്റ് സ്റ്റാർ, നമ്മളിൽ നിന്ന് ഏറ്റവും ദൂരെ കിടക്കുന്ന നക്ഷത്രം ഇവിടെ നിന്ന് 24 ബില്യൺ പ്രകാശവർഷം അകലെയാണ് കിടക്കുന്നത്. 24 ബില്യൺ. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 100 10 ലക്ഷം കൂടുമ്പോഴാണ് ഒരു ബില്യൺ ആവുക. അങ്ങനെ 24 ബില്യൺ വർഷങ്ങൾ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം ദൂരം യാത്ര ചെയ്യുന്ന പ്രകാശം ഇത്രയും കൊല്ലങ്ങൾ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരമാണ് ഈ പറഞ്ഞ 24 ബില്യൺ പ്രകാശവർഷം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സെക്കൻഡിൽ പ്രകാശം യാത്ര ചെയ്യുന്നത് 3 ലക്ഷം കിലോമീറ്റർ. സെക്കൻഡിൽ 2 സെക്കൻഡ് ആയപ്പോഴേക്കും 6 ലക്ഷം കിലോമീറ്റർ എത്തി. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. അതാ പ്രകാശത്തിൻ്റെ വേഗത, സൂര്യപ്രകാശത്തിൻ്റെ. ആ വേഗതയുള്ള സാധനം ഒരു മിനിറ്റ് യാത്ര ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ ഓടും? ഒരു സെക്കൻഡിൽ 3 ലക്ഷം ആണെങ്കിൽ 10 ലക്ഷം കൊല്ലം യാത്ര ചെയ്ത് എത്ര ഉണ്ടായിരിക്കും? എത്ര കിലോമീറ്റർ ഓടും? അങ്ങനത്തെ 100 10 ലക്ഷമാകുമ്പോൾ 1 ബില്യൺ. അങ്ങനത്തെ 24 ബില്യൺ കൊല്ലങ്ങൾ ഈ പ്രകാശം യാത്ര ചെയ്താലെത്തുന്ന കിലോമീറ്റർ. അവിടെയാണ് ഇപ്പോൾ കണ്ട അവസാനത്തെ നക്ഷത്രം കാണുന്നത്. അതിനപ്പുറത്തേക്ക് ഇനിയുണ്ട്, കാണാൻ പറ്റുന്നില്ല. ഈ കണ്ട ലോകമൊന്നാകെ ഈ പ്രപഞ്ചത്തിൻ്റെ 4% ആയിട്ടുള്ളൂ. നീ 96% കണ്ടുപിടിക്കാനാണ്. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? സുമ്മ തതഫക്കറു, നിങ്ങൾ എന്താണ് സയൻസ് പഠിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ ആസ്ട്രോണമി പഠിക്കുന്നില്ല? അപ്പോൾ ആസ്ട്രോളജിയാണ് നോക്കല്. ഇങ്ങനെ ശകുനം നോക്കുക, രാശി നോക്കുക. ഹറാമാണ്, നമുക്ക് പാടില്ലത്. ഇസ്ലാമെന്ന് പുറത്തു പോകും. എൻ്റെ രാശി ഏതാ, ഞാൻ ഏത് നാളിലാണ് ജനിച്ചത്, എൻ്റെ നക്ഷത്ര വാരഫലം വെറുതെ വായിച്ചാൽ 40 ദിവസത്തെ നിസ്കാരം നോമ്പ് അള്ളാഹ് സ്വീകരിക്കൂല. അതെങ്ങാനും വിശ്വസിച്ചു എൻ്റെ രാശി ഇന്നതാണ് എന്ന് നക്ഷത്ര വാരഫലം വായിക്കുകയോ ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തു പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ദീനിൽ നിന്ന് അവർ പുറത്തുപോയി. ഇതാണ് പഠിക്കേണ്ടത്. ആസ്ട്രോണമിയാണ്, ആസ്ട്രോളജി അല്ല. ആസ്ട്രോളജി അന്ധവിശ്വാസമാണ്. ആസ്ട്രോണമി സ്പേസ് സയൻസ് ആണ്, ആകാശലോകങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. സോളജി പഠിക്കണം, ബോട്ടണിയും കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കണം. ഭൂമിയെക്കുറിച്ചുള്ള പഠനം നടക്കണം. ഭൂമിയെക്കുറിച്ചുള്ള, ഭൂമിയുടെ ഭൂഗർഭ വസ്തുക്കളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, ജിയോളജി പഠിക്കണം, ജിയോഗ്രഫി പഠിക്കണം. ഇതൊക്കെ പഠിക്കുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാവും. ഇതൊക്കെ വെറുതെ ഉണ്ടാവോ? ഉണ്ടാവില്ല, തീർച്ചയാണ്. ഞാനിവിടെ മൈക്കിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ഈ മൈക്കിലൂടെ കടന്നു വന്ന് സ്പീക്കറിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതിന് എത്രയായിരം ടെക്നോളജിയുടെ സഹായം ആവശ്യമായി വന്നിട്ടുണ്ട്. ഈ ഇലക്ട്രിസിറ്റി, ഈ സാധനം ഇൻവെൻ്റ് ചെയ്യണം. സൗണ്ട് വേവുകളുടെ പ്രവർത്തനങ്ങളെ പഠിക്കണം. അത് ഈ ക്ലാരിറ്റിയിൽ കിട്ടണം. അതിനാവശ്യമായ മോണിറ്ററുകൾ, ആംപ്ലിഫയറുകൾ, അതിൻ്റെ ഓപ്പറേറ്റർമാർ വർക്ക് ചെയ്യണം. ഇതൊക്കെ നിസ്സാരമാണോ നമ്മൾ വിചാരിക്കുന്നതൊക്കെ? നമ്മുടെ കൈ നിസ്സാരമാണോ? നമ്മുടെ മൊബൈൽ ഫോൺ. ഈ സീറ്റിലിരിക്കുന്ന ഒരാൾ, ഇപ്പം ഇവിടെ മമ്മിച്ചിരിക്കുന്നുണ്ട്, അവിടെ എൻ്റെ മാണിക്കോത്ത മമ്മിച്ചിരിക്കുന്നുണ്ട്, നമ്മുടെ കാഞ്ഞങ്ങാട്ട മമ്മിച്ച. 2 മമ്മിച്ചന്മാർ ഫോൺ എടുത്തിട്ട് ഒരാൾ അടുത്ത ആളുടെ നമ്പറിലേക്ക് വിളിച്ചാൽ ഈ ഫോൺ, ഈ മൊബൈലിൽ ഈ ഒരു 2 മീറ്റർ ദൂരമല്ല യാത്ര ചെയ്യുന്നത്. 10,000 കിലോമീറ്റർ ആകാശത്തേക്ക്, സാറ്റലൈറ്റിലേക്ക് ഇത് പോകണം. ഇതിൻ്റെ സിഗ്നൽ, ഇതിൻ്റെ റിസീവർ ഇവിടെ എടുക്കണം. ആ റിസീവറിൽ നിന്ന് സാറ്റലൈറ്റിൽ പോകണം. സാറ്റലൈറ്റിൽ നിന്ന് ഏത് നമ്പറിലാണ് വന്നത് അതിൻ്റെ കൃത്യമായ ഫ്രീക്വൻസി മനസ്സിലാക്കി ഇതിനാവശ്യമായ ടവറിലേക്ക് സാറ്റലൈറ്റിൽ നിന്നും സിഗ്നൽ ഇവിടുത്തെ റിസീവറിൽ കിട്ടണം. എന്നിട്ട് ആ പറഞ്ഞ ആൾ മൊബൈലിലേക്ക് വരണം. ഇതൊക്കെ നടക്കുന്നത് മൈക്രോ സെക്കൻഡ് കൊണ്ടാണ്. ഇപ്പോൾ വിളിച്ച അവിടെ താഴെ വീട്ടിൽ നിന്ന് താഴെ ഇരിക്കുന്ന വാപ്പ മേലെ ഇരിക്കുന്ന മോളെ വിളിക്കുന്ന ഫോണിൽ വിചാരിക്കുമ്പോൾ എത്ര ആകെ 5 മീറ്റർ നടന്നിട്ടുണ്ടാവുള്ളൂ ഫോൺ യാത്ര ചെയ്ത്. ഫോൺ സിഗ്നൽ യാത്ര ചെയ്തത് 10,000 കിലോമീറ്ററാണ്. 10,000 കിലോമീറ്ററാണ്.
എന്നിട്ടേ ഈ വരുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയല്ല കണക്ഷൻ, മേലേക്ക് പോയിട്ടാണ് കണക്ഷൻ വരുന്നത്. ഇതൊക്കെ നിസ്സാരമാണോ? അൻ തതഫക്കറു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും സംവിധാനിക്കാനുമുള്ള ബുദ്ധിയും ബ്രെയിനും ഒരു കുരങ്ങിൽ നിന്ന്, ചിമ്പാൻസിയിൽ നിന്ന് പരിണാമം സിദ്ധിച്ചു എന്ന് പറയുന്ന മനുഷ്യ ബ്രെയിൻ, മനുഷ്യന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഈ സിദ്ധാന്തം? കുരങ്ങിൻ്റെ ബുദ്ധിയാണ് ഇങ്ങനെ മാറി മറിഞ്ഞത്. അങ്ങനെയാണ് എത്ര കുരങ്ങന്മാർക്ക് ബുദ്ധി വേണം? ഏതെങ്കിലും ഒരു ചിമ്പാൻസി ഇങ്ങനെ ഒരു ബ്രെയിൻ എക്സലൻസ് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യൻ്റെ ബുദ്ധിയൊന്ന് വേറെയാണ്. മനുഷ്യനെ മനുഷ്യനായി പടച്ചോൻ പടച്ചു. പരിണാമങ്ങൾ വേറെ ജീവികൾ നടന്നിരിക്കാം, നമുക്ക് നിഷേധിക്കാനും അത് അവകാശപ്പെടാനും കഴിയില്ല. ആവാം, ഇറ്റ്സ് എ പോസിബിലിറ്റി, മേ ഓർ മേ നോട്ട് ബി. പക്ഷെ മനുഷ്യനായിട്ടാണല്ലോ മനുഷ്യനെ പടച്ചത്. ആദം നബി അലൈഹിസ്സലാമിനെ ഖലഖല്ലാഹു ആദമ അലാ സൂറതിഹി. ആദം നബി അലൈഹിസ്സലാമിന്റെ അതേ രൂപത്തിലാണ് ആദം നബിയെ പടച്ചത്. എങ്ങനെയല്ല, ഒരു മൃഗത്തിന്റെ കോലത്ത് നിന്ന് മാറ്റിയതല്ല, ഒരു കുട്ടിയായി വലുതായതല്ല. ആദം അലൈഹിസ്സലാമിന്റെ 60 മുഴമുള്ള നീളം, ഹൈറ്റും വെയ്റ്റും മഹാനവറുകൾക്ക് നൽകിയ ചിന്തിക്കാനും സംസാരിക്കാനും the ability to articulate, ഇതൊക്കെ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോഴല്ല കൊടുത്തതാ. മനുഷ്യൻ ഭാഷയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടില്ല. മനുഷ്യൻ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നറിയാതെ, ഭാഷയില്ലാതെ, ആംഗ്യഭാഷ, ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ ഹൈപ്പോത്തസിസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മുടെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു. ഓക്കെ, എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടി വരും. പക്ഷേ ഹ്യൂമൻ ലോജിക്ക് അത് അംഗീകരിക്കുന്നില്ല. സത്യസന്ധരായ സയന്റിസ്റ്റുകൾ അത് അംഗീകരിക്കുന്നില്ല. ചാൾസ് ഡാർവിന് തെറ്റുപറ്റി എന്നവർ പറയുന്നു. മിസ്സിംഗ് ലിങ്ക്സ് അവിടെ ലഭ്യമാണ്. അദ്ദേഹം പോയ ആ ഒരു മരുഭൂമിയിലെ അല്ലെങ്കിൽ ഐലൻഡിലെ പ്രത്യേകമായ ചില ജീവജാലങ്ങളിൽ ഇത് സത്യമായിരിക്കാം. പക്ഷേ എല്ലാ ജീവികളും പരിണമിച്ചതല്ല. ജീവന്റെ ഉറവിടം എവിടെയാണ്? വെർ ഈസ് ദ ഒറിജിൻ ഓഫ് ലൈഫ്? ഭൂമിയിലാണോ? ചിലർ പറഞ്ഞു ആണ്, ചിലർ പറഞ്ഞു സമുദ്രത്തിലാണ്, ചിലർ പറഞ്ഞു മണ്ണിൽ നിന്നാണ്, ചിലർ പറഞ്ഞു അറ്റ്മോസ്ഫിയറിൽ നിന്ന്, ചിലർ പറഞ്ഞു സ്പേസിൽ നിന്ന് ജീവൻ ഇങ്ങോട്ട് വന്നതാണ് ഭൂമിയിലേക്ക്. ഓരോ സയന്റിസ്റ്റ് വ്യത്യസ്ത അഭിപ്രായക്കാർ. കഴിഞ്ഞ 35 കൊല്ലം എവിടെ നിന്നാണ് ജീവൻ വന്നത് എന്ന് ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് സയന്റിസ്റ്റുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെ നിന്നാണ് ജീവൻ ഉണ്ടായത്? വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ലൈഫ്? ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല. എല്ലാവർക്കും വ്യത്യസ്ത അഭിപ്രായ. ഒരാൾ പറയും മറ്റവൻ പറഞ്ഞത് തെറ്റാ, ഇവൻ പറയും മറ്റവൻ പറഞ്ഞത്. എന്തുകൊണ്ട്? Each and everyone believes the other party is miserably failed. നമ്മൾ പറയുന്നത് അല്ലാഹുവിൽ നിന്നാണ്. യുഹീ വ യുമീത്. ജീവൻ കൊടുത്തത് അല്ലാഹുവാണ്, മരണം കൊടുക്കുക. അപ്പോൾ ചിക്കനോ എഗ്ഗോ ആദ്യം ഉണ്ടായത്, എന്തായാലും ആദ്യം വന്നത് ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. എന്തോ ആയിക്കോട്ടെ, ചിക്കൻ തന്നെ ആണെന്നാണ് നമ്മൾ പറയാ. ലോജിക്ക് അതാണ്. മുട്ടുണ്ടെങ്കിൽ അത് ഹാച്ച് ചെയ്യാനോ ചിക്കൻ വേണ്ടേ? ഇവിടെ ഒരു ഹെൻ വേണ്ടേ? ഒരു ഇവിടെ കോഴി ആവശ്യമുണ്ടല്ലോ. അത് മുട്ട എന്ത് ചെയ്യണമെങ്കിൽ, വിരിക്കണമെങ്കിൽ. അതുകൊണ്ട് ജീവികളുണ്ടായി എന്നതാണ് അടിസ്ഥാനം. മുസ്ലിമീങ്ങൾക്ക് അതൊന്നും പറയാനും വിശ്വസിക്കാനും പ്രയാസമില്ല. എന്തേ? അത് തീർത്തും ലോജിക്കൽ, റാഷണൽ ആൻഡ് സയൻറ്റിഫിക്. അല്ലാത്തൊക്കെ പറയാം. അവർ പറയുന്നതന്നെ സയൻസ് അല്ലല്ലോ. വെറുതെ ഉണ്ടായെന്ന് പറഞ്ഞാൽ സയൻസ് പറയും. സയൻസ് ലാബ് എന്ന് പറഞ്ഞത് കാര്യകാരണങ്ങൾ കൊണ്ട് പഠിച്ചു പറയുന്നതിനാണ് സയൻസ് എന്ന് പറയാം. വെറുതെ ഉണ്ടായെന്ന് പറഞ്ഞാൽ സയൻസാ? അത് ഏത് കുട്ടിക്കും പറഞ്ഞോളെ വെറുതെ ഉണ്ടായിന്ന്. വെറുതെ ഉണ്ടാവില്ലല്ലോ. നത്തിങ് ക്യാൻ കം ഔട്ട് ഓഫ് നത്തിങ്. ഇല്ലായ്മയിൽ നിന്ന് ഒന്നും വരാൻ കഴിയില്ല. അതിൻ്റെ സൃഷ്ടാവ് വേണം. DNA എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യ ശരീരങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ വിവരങ്ങളുള്ള DNA, ഒരു വാപ്പയുടെ സ്വഭാവം ആ കുട്ടിക്ക് കിട്ടുന്നത്. വാപ്പയുടെ നടത്തം, വാപ്പയുടെ ചിരി, വാപ്പയുടെ തലമുടി, വാപ്പയുടെ പല്ല്, ഉമ്മയുടെ രൂപം, ഉമ്മയുടെ സ്കിൻ കളർ, എന്തോ ആകട്ടെ, ഒരു കുഞ്ഞിന് ലഭിക്കുന്നതെല്ലാം ആ കുഞ്ഞിൻ്റെ ജന്മം ഉണ്ടാകുന്നതോടുകൂടെ അള്ളാഹു നിക്ഷേപിക്കുന്ന DNA-യിലൂടെയാണ്. അതാണ് ഹ്യൂമൻ പ്രോഗ്രാമിംഗ്. DNA-യിലെ ചില കോഡുകൾ മാറ്റിയാൽ ആ മനുഷ്യൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോകും. ആരാണതുണ്ടാക്കിയത്? മനുഷ്യനുണ്ടാക്കാൻ പറ്റൂ DNA ഇൻഫർമേഷൻ? എവിടെ നിന്ന് കിട്ടി? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഫ്രം ആൻ ഇൻ്റലിജന്റ് സോഴ്സ്. ബുദ്ധിമാനായ ഒരാളിൽ നിന്ന് മാത്രമേ ഈ വിവരം ലോകത്തിന് കൈമാറാൻ കഴിയൂ. നമ്മൾ പറയാം ആ ഹക്കീമായ ഒരു സൃഷ്ടാവിനാണ് അല്ലാഹ് എന്ന് പറയുന്നത്. അത്ര തന്നെ അല്ല. എവിടുന്ന് അതുണ്ടാകുന്നത്? DNA ആർക്കുണ്ടാക്കാൻ പറ്റും? അതിൻ്റെ ഇൻഫർമേഷൻ അപ്പോബറ്റിക്സ് ഇൻഫർമേഷൻ ആണെന്നാണ്. അതിസങ്കീർണമായ മെസ്സേജുകളാണ് DNA-യിൽ കിടക്കുന്നത്. അപ്പോബറ്റിക്സ് വെറും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ അല്ല, വളരെ കോംപ്ലക്സ് ഇൻഫർമേഷനാണ്. അത് കിട്ടണമെങ്കിൽ ഹക്കീമായ, അലീമായ, എല്ലാം അറിയുന്ന തത്വജ്ഞാനിയായ ഒരാളിൽ നിന്ന് മാത്രമേ. ഇറ്റ് ഷുഡ് ഡെഫിനറ്റ്ലി കം ഫ്രം ആൻ ഇൻ്റലിജന്റ് സോഴ്സ്. ഇത് സയൻസ് പറയാൻ. വോർണർ ഗിറ്റ് എന്ന് പറയുന്ന ജർമ്മൻകാരനായ ജീവിച്ചിരിക്കുന്ന സയന്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പഠനമാണ്.
അദ്ദേഹം പറഞ്ഞു ഇത് വെറുതെ ഉണ്ടാവില്ല, ഇത് അതിസങ്കീർണമായൊരു വിവരമാണ്. DNA നമ്മുടെ ശരീരത്തിനുള്ളിൽ കിടക്കുന്ന സാധനം, കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത സാധനം, അതില്ലെങ്കിൽ നമ്മളില്ല. സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹു എൻ്റെ ഹബീബ് പറയാൻ, നിങ്ങൾക്ക് അല്ലാഹുവിനെ മനസ്സിലാവാൻ ഒരു കാര്യം പറയട്ടെ. ഖുൽ ഇന്നമാ അഇദുകും ബിവാഹിദ. അഇദുകും എന്ന് പറഞ്ഞാൽ വഅദ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഒന്ന് മാത്രമാണ്. അൻ തഖൂമൂ ലില്ലാഹ്, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി, അല്ലാഹുവിന് വേണ്ടി നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കിൻ. മസ്ന, രണ്ടാളുകളായിട്ടോ, വഫുറാദ, ഒറ്റക്കോ. ثم تتفكروا, എന്നിട്ട് അല്ലാഹുവിനെ പറ്റി നിങ്ങൾ ആലോചിക്കണമേ. പടച്ചവനെ പറ്റി ചിന്തിക്കുക, മനസ്സിലാവും. യാ അല്ലാഹ്, തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഖിയാമി ലൈല, ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും കൂലിയാണ് 1 മണിക്കൂർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. 1 മണിക്കൂർ അല്ലാഹുവിനെ പറ്റി ചിന്തിച്ചത്. നമ്മൾ ഈ സദസ്സിൽ ഇരുന്നതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ ആവാനായി. 1 മണിക്കൂർ ചിന്തിച്ചാൽ തന്നെ ഈ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ്. ഫിക്റു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സന, 60 വർഷം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലം 1 മണിക്കൂർ നേരം ഗവേഷണം ചെയ്യുന്ന, പഠനം ചെയ്യുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന 1 മണിക്കൂർ നേരത്തെ ഇബാദത്ത്. ആ ചിന്ത ഒരു ഇബാദത്താണ്. ആ ചിന്തക്ക് അള്ളാഹു 60 വർഷത്തെ ഇബാദത്തിന്റെ കൂലി നൽകുന്നു. ഫഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു ഫമാ തുബ്സിറുൽ ഐനു മിൻ കായിനിൻ ولو كان أدون من ذرة تلاقيه إلا دليلا على إله عظيم له قدرته. ഓരോ മണൽത്തരിയും, ഓരോ ബാഷ്പകണവും, ഓരോ ജലത്തിൻ്റെ കണികയും, ഓരോ മരത്തിൻ്റെ കോശത്തിൻ്റെ അതിസൂക്ഷ്മമായ അതിൻ്റെ സെല്ലുകളും, അതിൻ്റെ പ്രോട്ടോപ്ലാസവും, അതിൻ്റെ ന്യൂക്ലിയസും, അതിൽ കിടക്കുന്ന എല്ലാ മൈന്യൂട്ട് സങ്കീർണമായ വസ്തുക്കൾ, ജീവങ്ങളിലും എല്ലാ ജീവകങ്ങളിലും കാണുന്ന അതിൻ്റെ അതിസൂക്ഷ്മമായ ഘടകങ്ങൾ മുഴുവനും അലാ ഇലാഹിൻ അളീമിൻ ലഹു ഖുദ്റതു, സർവശക്തനായ ഒരാരാധ്യനായ പടച്ചവനുണ്ടാക്കി എന്നല്ലാതെ ആരാണിതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാക്കി വെച്ചത്? അല്ലാഹുവല്ലാതെ. ഫമാ തുബ്സിറുൽ ഐനു മിൻ കായിനിൻ, നിങ്ങളുടെ ഐബോളുകളെ കൊണ്ട് നിങ്ങൾ കാണുന്ന, നിങ്ങളുടെ കണ്ണിന് വിഷയീഭവിക്കുന്ന സാധനങ്ങളും, വലൗ കാന അജ്വാന മിൻ ദർറതി, ഒരാറ്റത്തെക്കാളും നിസ്സാരമായ ഏറ്റവും അതിസൂക്ഷ്മമായ കണിക പോലും, തുലാഖീഹി ഇല്ലാ ദലീലൻ അലാ ഇലാഹിൻ അളീമിൻ ലഹു ഖുദ്റതു, സർവേശ്വരനായ സർവശക്തനായ ഒരു സൃഷ്ടാവുണ്ടാക്കിയതാണ് എന്നല്ലാതെ എന്താണ് ഇവയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുണ്ട്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട്, ലആയാത്, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. രാത്രിയുടെയും പകലിൻ്റെയും പ്രതിഭാസത്തിൽ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൽ ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല. ലിഉലിൽ അൽബാബ്, അല്ലാഹു ബുദ്ധി നൽകിയവർക്കൊക്കെ ഇതിൽ പഠിക്കാനുണ്ട്.
ആരാണ് ബുദ്ധിയുള്ളവരെന്നറിയുമോ? സൃഷ്ടിപ്പ് കണ്ടിട്ട് സൃഷ്ടാവില്ല എന്ന് പറയുന്നവരല്ല. സൃഷ്ടിപ്പ് കണ്ടാൽ ഇത് സൃഷ്ടാവിൻ്റെ അടയാളമാണെന്ന് മനസ്സിലാക്കുന്നവരാണ്. കറുത്ത ഒരു പുക കണ്ടാൽ താഴെ തീയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്ത പോലെ ആ തീ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നതല്ലേ മൗഢ്യത്വം. പുക കാണുന്നുണ്ട്, പുകയുരുന്നുണ്ട്, ഫയർഫോഴ്സ് ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. ഇയാൾ പറയാം അവിടെ തീയൊന്നുമില്ല. എന്തേ? ഞാൻ പുകയെ കാണുന്നുള്ളൂ, തീ ഞാൻ കണ്ടില്ല. എടോ, നീ അടുത്തു പോയി നോക്ക്, നീ കണ്ണിന് കാണാൻ പറ്റാത്തത് കൊണ്ടല്ലേ. തീയില്ലെങ്കിൽ എങ്ങനെയാണ് പുകയുരുന്നത്? തീ അവിടെ ഉണ്ടെന്നതിൻ്റെ അടയാളമാണ് പുക. എന്ന പോലെ സൃഷ്ടാ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഈ സൃഷ്ടികളൊക്കെ. ഇതൊക്കെ പിന്നെ എങ്ങനെ വന്നു? ഞാനും നിങ്ങളും, നമ്മുടെ മുൻഗാമികളും, ഇവിടെയുള്ള പക്ഷികളും പറവകളും സസ്യങ്ങളും ആകാശലോകങ്ങളിലെ താരഗോള സമൂഹങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? ആരാണിവയെ കൊണ്ടുവന്നത്? മഹാവിസ്ഫോടനമോ? അപ്പൊ അതാരാണ് ഉണ്ടാക്കിയത്? അത് സിംഗുലാരിറ്റി എവിടെ നിന്ന് വന്നു? സ്വയം ഉണ്ടാകാൻ പറ്റുമോ? അതിൻ്റെ ഉത്തരം അന്വേഷിച്ചു പോയാൽ സൃഷ്ടിക്കപ്പെടാത്തവനായ, സമയകാലങ്ങൾക്ക് അതീതനായ ഒരു സൃഷ്ടാവിന് മാത്രമേ അത് ഉണ്ടാക്കാൻ കഴിയൂ. അല്ലാത്ത ഏത് വാദങ്ങളെടുത്ത് കൊണ്ടുവന്നാലും അയാൾ ആര് പടച്ചു, ആ ദൈവത്തെ ആര് പടച്ചു, ആ ദൈവത്തെ ആര് പടച്ചു എന്ന ചോദ്യങ്ങൾ അനന്തമായി നീളുമ്പോൾ അതിന് അല്ലാഹു നൽകിയ മനോഹരമായ മറുപടിയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അല്ലാഹു ഏകനാണ്, അല്ലാഹു സ്വമദ്. അല്ലാഹ് ഈസ് ദ സെൽഫ് ഇറ്റേണൽ. ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത, എന്നാൽ എല്ലാവരും ആശ്രയിക്കുന്നവനായ സർവേശ്വരനായവനാണ്, സ്വമദാണ് അല്ലാഹു. ലം യലിദ്, അല്ലാഹു ആരെയും പ്രസവിച്ചിട്ടില്ല. വലം യൂലദ്, അല്ലാഹുക്ക് ആരും ജന്മം കൊടുത്തതും അല്ല. വാപ്പയോ ഉമ്മയോ അല്ലാഹുവിനില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് സമാനമായ മറ്റൊരു ദൈവമോ ഒരാളോ ഒരു വസ്തുവോ ഒന്നുമേ ഈ പ്രപഞ്ചത്തിലോ അതിനപ്പുറത്തോ ഇല്ല. ഇങ്ങനെ മനോഹരമായ ഹു ഈസ് ഗോഡ്, ആരാണ് ദൈവം എന്ന് ചോദിച്ചാൽ അതിന് ഇത്ര മനോഹരമായൊരു ഡെഫിനിഷൻ അല്ലാഹു നൽകിയത് അഷ്റഫുൽ ഖൽഖിന്റെ ജിഹ്വയിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ഇതിനേക്കാൾ മനോഹരമായൊരു ആശയം, ഒരു ഉത്തരം ആർക്ക് ലോകത്ത് കൊടുക്കാൻ കഴിയും? അതാണ് അമ്പിയാക്കന്മാർ പഠിപ്പിച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. ഇത് അല്ലാഹുവിൻ്റെ ഏകത്വവും അവൻ്റെ അസ്തിത്വവും വിളിച്ചു പറയുന്ന ആശയമായതിൻ്റെ പേരിലാണ് ഖുർആനിൻ്റെ 1/3 സ്ഥാനമാണ് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്. ഒരു മജ്ലിസിൽ 3 ഖുൽ ഹുവല്ലാഹു ഓതുമ്പോൾ ഖുർആൻ മുഴുവൻ ഓതിയ മഹത്വമുണ്ട്. അത് കഴിഞ്ഞാൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഒരു ഫാത്തിഹയും ഓതിയിട്ടുണ്ടാകും. എന്നിട്ടാണ് നമ്മൾ ദുആ ഇറക്കുന്നത് ഉമ്മുൽ കിതാബ്, അതാണ് ഫാത്തിഹ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും, കണ്ണേറിൽ നിന്ന്, സിഹറിൽ നിന്ന്, ഷർറിൽ നിന്ന് കാവൽ ചോദിക്കുന്ന സൂറ. 3 ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹുവിൻ്റെ മഹത്വം പറഞ്ഞ സൂറയായ ആകയാൽ തഅദിലു സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 തുല്യമാണ്. അപ്പോൾ ഖുർആൻ പൂർണ്ണമായും ഓതിയ മഹത്വം, കൂലിയല്ല. കൂലി കിട്ടണമെങ്കിൽ ഓരോ അക്ഷരത്തിനും 10 കൂലിയുണ്ട്. അത് മുഴുവൻ ഓതിയാലേ കിട്ടുള്ളൂ. പക്ഷേ ആ ഒരു മഹത്വം കിട്ടും. അങ്ങനത്തെ സൂറയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. എന്തുകൊണ്ടെന്നറിയുമോ? ആരാണ് നമ്മുടെ റബ്ബെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ സൂറയാണ്. ഇതിൻ്റെയൊക്കെ ആശയം നമ്മൾ പഠിക്കണം, അറിയണം അല്ലാഹുവിനെ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഏകനാണെന്ന് ഫഅലം, നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. അതതിനർത്ഥം. വെറുതെ അങ്ങ് ചൊല്ലിയാൽ പോരാ, ചൊല്ലി അല്ലാഹു കൂലി തരും. എന്താണ് ഈ പറയുന്നത്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ ആശയം എന്താണ്? ആ അറിവ് നിങ്ങൾക്ക് നൽകാൻ സഹായകമായ ഭൗതിക ജ്ഞാനങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിനാവശ്യമായ സയൻസ് പഠിക്കണം, ജിയോഗ്രഫി പഠിക്കണം, ആസ്ട്രോണമി പഠിക്കണം, സയൻസ്, മെഡിക്കൽ സയൻസ് പഠിക്കണം. ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഇലാഹായ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണേ എന്നല്ല പറഞ്ഞത്. അവിടെ എന്താ പറഞ്ഞത്? ഫഅലം, നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. എന്ത് പഠിക്കണം? അന്നഹു, തീർച്ചയായും കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, there is no deity worthy of worship except Allah, ആരാധനക്കർഹതയുള്ള ഒരു ദൈവമോ ഒരു പടച്ചവനോ അല്ലാഹു ജല്ല ജലാലു അല്ലാതെ ഇല്ല എന്ന ഖുർആനിൻ്റെ ഈ ആശയം നിങ്ങൾ പഠിക്കണം മുസ്ലിമീങ്ങൾ.
നമ്മൾ അറിയണം എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്ന്. അതാരെയും വേദനിപ്പിക്കാനോ ആരെയും ഇകഴ്ത്താനോ ഒന്നുമല്ല. നമ്മുടെ വിശ്വാസം അതാണ് പ്രവാചകന്മാർ മുഴുവൻ ലോകത്ത് പഠിപ്പിച്ചത്. ആദം നബി മുതൽ ഇബ്രാഹിം നബിയിലൂടെ, സുലൈമാൻ നബിയിലൂടെ, ദാവൂദ് നബിയിലൂടെ, മൂസ നബിയിലൂടെ, യേശുക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈസാ നബിയിലൂടെ, മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിലൂടെ അമ്പിയാക്കന്മാർ മുഴുവൻ പഠിപ്പിച്ചത് അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിനോട് മൂസ നബി ചോദിച്ചു, പടച്ചവനെ അല്ലിംനി, പടച്ചവനെ എനിക്ക് പ്രത്യേകമായൊരു ദുആ പഠിപ്പിക്കണമേ, ഉനാജീക വഅബ്ദുക ബിഹാ, എനിക്ക് പ്രത്യേകമായിട്ട് നിന്നോടൊന്ന് പറയാൻ പറ്റുന്ന ഒരു ദുആ, അത് വെച്ചുകൊണ്ട് റബ്ബേ എനിക്ക് നിന്നോടൊന്ന് ദുആ ചെയ്യണം, നീയുമായി ഒന്ന് സംവദിക്കണം, അതിൻ്റെ ഒരു ദുആ ഒരു ദിക്ർ പഠിപ്പിച്ചു തരണേ. അപ്പോൾ അല്ലാഹു പറഞ്ഞു മൂസ നബിയെ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോളി മൂസ നബിയെ. മൂസ നബി പറഞ്ഞു, അല്ലാഹ് കുല്ലുന്നാസി യഖൂലൂന ലാ, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല പറഞ്ഞു, അതുകൊണ്ട് വല്ല എനിക്ക് പ്രത്യേകമായിട്ട് വല്ലതും തരണം. കുല്ലുന്നാസി, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ പറയുന്നത് പടച്ചോനെ, അപ്പോൾ അതൊരു സ്പെഷ്യലൊന്നും അല്ലല്ലോ, എനിക്ക് പ്രത്യേകമായിട്ടൊന്ന്. മൂസാ നബി ഭയങ്കര രസമാണ്. അള്ളാഹുവിനോട് ഇത്ര ഫ്രാങ്കായിട്ട് സംസാരിച്ച മറ്റു നബിയെ കാണാൻ കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ റബ്ബുമായുള്ള ഒരുപാട് ഇതുപോലെയുള്ള ഹിവാറുകളുണ്ട്, സംഭാഷണങ്ങളുണ്ട്. പടച്ചവൻ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, റബ്ബേ ഒരു പ്രത്യേകമായ ദിക്ർ എനിക്ക് പഠിപ്പിച്ചുതാ, എനിക്ക് നിന്നോട് ആ ദിക്ർ വെച്ച് നീയുമായി എനിക്ക് സംഭാഷണം ചെയ്യണം. പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസാ നബി പറയും, കുല്ലുന്നാസി യഖൂലൂന ലാ ഇലാഹ, എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലേ പറയുന്നത് പടച്ചോനെ, എനിക്കതൊന്നും പോരാ, വേറൊന്ന് വേണമെന്ന് പറഞ്ഞു. മൂസാ നബിയെ നിങ്ങൾക്കറിയുമോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന്? ലൗ ദിഅതിസ് സമാവാതു വൽ അർളൂന ഫീ കിഫ്ഫത്തിൻ വലാ ഇലാഹ ഇല്ലല്ലാഹു ഫീ കിഫ്ഫത്തിൻ ലതാശതിസ് സമാവാതു വൽ അർള് വസഖലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശലോകങ്ങളായ ഗോളങ്ങളും താരകങ്ങളും ഗ്രഹങ്ങളും എല്ലാ സൃഷ്ടികളും ഒരു തുലാസിന്റെ ഒരു ഭാഗത്ത് ഒരു തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മാത്രം മറ്റൊരു തട്ടിലും വെച്ച് തൂക്കി നോക്കിയാൽ ലതാശതിസ് സമാവാതു വൽ അർള്, ആകാശഭൂമികൾ നിൽക്കുന്ന, ഈ ഭൂമി മണ്ണ് നിൽക്കുന്ന, മഹാപർവ്വതങ്ങൾ നിൽക്കുന്ന ഈ തുലാസിന്റെ തട്ട് ഖനം കുറയും മൂസ നബിയെ. വസഖുലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഭാരം നിൽക്കുക. ആ കലിമത്ത് പോരെ നിങ്ങൾക്ക്? അത് പോരെ നിങ്ങൾക്ക്? മതി റബ്ബേ, എന്നാ പിന്നെ മതി 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 മതി. അതുകൊണ്ടാണ് അഫ്ളലു മാ ഖുൽതു വന്നബിയൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അലൈഹാ നഹ്യാ, ആ കലിമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വഅലൈഹാ നമൂതു, ആ കലിമയിലാണ് നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുന്നത്. വഅലൈഹാ നുബഅസു ഇൻഷാ അല്ലാഹ്, നാളെ പരലോകത്തേക്ക് വരുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കൂടെ വേണം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ.